നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അസാധാരണമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായതായി മഹദി സാക്ഷ്യപ്പെടുത്തുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഗർഭിണിയായ സമയത്ത് സാധാരണഗതിയിൽ സ്ത്രീകൾക്കുണ്ടാവാറുള്ള യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും മഹദിക്കുണ്ടായിരുന്നില്ലെന്നു മാത്രമല്ല, താൻ ഗർഭിണിയാണോ എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രയാസങ്ങൾ പോലും ഇല്ലാതിരുന്നപ്പോൾ ഒരു ദിവസം മഹദി പറയുകയാണ്, ഞാൻ ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഗർഭിണിയാണെന്ന വിവരം നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഉമ്മത്തിൻ്റെ നേതാവായ പ്രവാചകനായ ഒരു കുഞ്ഞിനെ അങ്ങ് ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഗർഭിണിയാണെന്ന് തന്നെ ഉറപ്പാകുന്നത്. പിന്നീട് പ്രസവം അടുത്ത സമയത്ത് അദ്ദേഹം വീണ്ടും മഹദിയെ സമീപിച്ച വിവരം, അതുപോലെ തന്നെ ഈ കുഞ്ഞിന് വേണ്ടി കാവൽ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവമൊക്കെ മഹദി ഉദ്ധരിക്കുന്നുണ്ട്. വഈദുഹു ബിൽ വാഹിദിസ് സമദ് മിൻ ശർരി കുല്ലി ഹാസിദ്. ഏകനായ അള്ളാഹുവിനോട് ഈ കുഞ്ഞിന് എല്ലാ അസൂയക്കാരുടെ ഷർറിൽ നിന്നും കാവലുണ്ടാകണമെന്ന് കാവൽ തേടാൻ ആ വ്യക്തി വന്ന് തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് മഹദി പറയുകയാണ്. ഗർഭം ധരിച്ച ഓരോ മാസങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ പ്രവാചകന്മാർ മഹദിയായ ആമിന ബീവിയെ സന്ദർശിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം സന്ദർശിക്കുകയും അവർ ആശ്വാസവും സമാധാനവും സുവിശേഷവും അറിയിക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പ്രസവ സമയത്ത് മഹദി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർക്ക് കൂട്ടായി ആശ്വാസമായി മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ഇവരും ഒരു കൂട്ടം ഹൂറിലയങ്ങളും മഹദിയുടെ സമീപത്തുണ്ടായിരുന്നു. അപരിചിതരായ ഈ ആളുകൾക്കെല്ലാം എന്നെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ മറിയം ബീവിയാണ്, ഞാൻ ആസിയയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും കൂടെയുള്ളവർ ഹൂറിലയങ്ങളാണെന്ന് മഹദിയെ അറിയിക്കുകയും ചെയ്തുവെന്നൊക്കെ മഹദിയുടെ അനുഭവങ്ങൾ മഹദി പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം മഹദി ഒരു പ്രകാശം കാണുകയും ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ഷാമിലെ ബുസ്ര പട്ടണവും അതിലുള്ള കൊട്ടാരങ്ങളും ഗോപുരങ്ങളും എല്ലാം മഹദിക്ക് മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുകയും ചെയ്തതായും മഹദി അനുഭവം പങ്കുവെക്കുന്നു. മഹദി തുടരുകയാണ്, ഞാനൊരു വെളുത്ത മേഘം പോലെ ഉള്ള ഒരു വസ്തു കണ്ടു. അത് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ ഒന്നാകെ പൊതിഞ്ഞു. എൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞിപ്പോൾ മറഞ്ഞു. അപ്പോൾ ഒരാൾ വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കാം, ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ മശ്രിക്കിലും മഗ്രിബിലുമെല്ലാം ചുറ്റുക, നിങ്ങൾ സമുദ്രങ്ങളിൽ പ്രവേശിക്കുക, എല്ലാ ആളുകൾക്കും ഈ കുഞ്ഞിൻ്റെ പേരും ഈ കുഞ്ഞിൻ്റെ വിശേഷണങ്ങളും ഈ കുഞ്ഞിൻ്റെ രൂപവും എല്ലാവരും അറിയട്ടെ എന്ന് ഒരശരീരി എനിക്ക് കേൾക്കാമായിരുന്നു. കുറച്ചു സമയത്തേക്ക് മാത്രം എനിക്ക് കുഞ്ഞിനെ ദൃശ്യമല്ലാതിരുന്നു. പിന്നീട് എനിക്ക് കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞു. എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ? സുറുമയിട്ട അവസ്ഥയിൽ, എണ്ണ തേച്ച അവസ്ഥയിൽ, ചേലാകർമ്മം ചെയ്യപ്പെട്ടതായ അവസ്ഥയിൽ വളരെ സുന്ദരനായിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയിലാണ് 3 ആളുകൾ വരുന്നത്. അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ ഒരാളുടെ കയ്യിൽ ഒരു വെള്ളിയുടെ കിണ്ടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, വേറെ ഒരാളുടെ കയ്യിൽ നല്ല പച്ച പരവതാനിയുണ്ട്. ഈ 3 ആളുകൾ വന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്ത് ആ വെള്ളം കൊണ്ട് 7 തവണ കുഞ്ഞിനെ കഴുകി ആ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ തിരികെ തരികയുണ്ടായി. പ്രസവിച്ചു വീണ കുഞ്ഞ് ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുന്നത്, സുജൂദിൽ വീണത്, ഇങ്ങനെ ധാരാളം അത്യത്ഭുതകരമായ അനുഭവങ്ങളാണ് ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ പങ്കുവച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ സംഭവങ്ങൾ മവാഹിബുൽ ലദുനിയ, ഖസായിസുൽ കുബറ, തബഖാത്ത് ഇബ്നു സഅദ്, താരീഖുൽ ഉമമി വൽ മുലൂക്ക്, സീറത്ത് ഇബ്നു ഹിഷാം, അതുപോലെ അൽ ബിദായത്ത് വൻ നിഹായ, ഇബ്നു കസീറിന്റെ സീറത്തു നബവിയ, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമിഷ്ക് തുടങ്ങി ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.